വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃത്താല നിയോജകമണ്ഡലത്തിലെ ആദ്യ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചാലിശ്ശേരിയിൽ തുറന്നുകൊടുത്തു. മന്ത്രി എ.പി. അനിൽകുമാർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചെലവിട്ടാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. തൃത്താല നിയോജകമണ്ഡലത്തിൽ നിർമ്മിക്കുന്ന 20 സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേതാണ് ചാലിശ്ശേരിയിൽ തുറന്നുകൊടുത്തത്. വി.ടി. ബൽറാം എം.എൽ.എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. കമനീയമായി രൂപകൽപ്പന ചെയ്ത കാത്തിരിപ്പ് കേന്ദ്രത്തിൽ FM റേഡിയോ, സൗരവിളക്കുകൾ, LED വിളക്കുകൾ, വൈഫൈ സംവിധാനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എ.പി. അനിൽകുമാർ നിർവഹിച്ചു. ഇത്തരത്തിലുള്ള സ്മാർട്ട് കാത്തിരിപ്പ് കേന്ദ്രം കേരളത്തിൽ ആദ്യത്തേതാണെന്നും ഇത് മറ്റു മണ്ഡലങ്ങളിലും നടപ്പാക്കുമെന്നും മന്ത്രി എ.പി. അനിൽകുമാർ സൂചിപ്പിച്ചു. സ്മാർട്ട് ബസ് ഷെൽട്ടർ ഇത് തുടക്കം ചാലിശ്ശേരിയിലാണെങ്കിൽ ഇത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും ഇതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്രമാത്രം മാതൃകാപരമായിട്ടാണ് ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞു. ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് കേരളം മുഴുവൻ വ്യാപിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബസ് കാത്തു നിൽക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒന്നാണ്. പട്ടണങ്ങളിൽ മാത്രം പോരാ, ഗ്രാമങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. പട്ടണ പ്രദേശങ്ങൾ മാത്രം പോരാ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുള്ളവർക്കും നമ്മുടെ നാട്ടുപ്രദേശങ്ങളുള്ളവർക്കും ആധുനിക കാലഘട്ടത്തിന്റെ സൗകര്യങ്ങൾ പൂർണ്ണമായി ലഭ്യമാകുവാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലും ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇവിടെ സ്മാർട്ട് ബസ് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് കാത്തിരിക്കുന്നവർക്ക് മുഷിയാതിരിക്കുവാൻ മനോഹരമായ സംഗീതം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സംവിധാനം ഇവിടെ ഒരുക്കുന്നു. ചെറുപ്പക്കാർക്ക് ഇന്ന് ബസ് കാത്തിരിക്കുമ്പോൾ അവരുടേതായ സമയം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം, അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് അത്ഭുതം തോന്നുക. 2.25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഇത്തരം ഒരു ബസ് ഷെൽട്ടർ അത് ഉള്ളത് കേരളത്തിൽ എവിടെ ചെന്നാലും കാണാൻ കഴിയില്ല. അത് കാണണമെങ്കിൽ ചാലിശ്ശേരിയിൽ ഇവിടെ തന്നെ വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചടങ്ങിൽ വി.ടി. ബൽറാം എം.എൽ.എ അധ്യക്ഷനായിരുന്നു. നമ്മുടെ അറിവ് വെച്ച് ഇത്തരത്തിലുള്ള വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു ബസ് ഷെൽട്ടർ കേരളത്തിൽ മറ്റെവിടെയും ഇല്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. ഇവിടെ സൗജന്യമായി വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ ലഭ്യമാവുകയാണ്. അതോടൊപ്പം ഇവിടെ അല്പം മുമ്പ് നിങ്ങൾ കേട്ടതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് പോലെ FM റേഡിയോയിലൂടെ സംഗീതവും മറ്റു പരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഈ ഷെൽട്ടർ മാറുകയാണ്. അതോടൊപ്പം ബസ് കാത്തു നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരല്പസമയം ബാക്കിയുണ്ട്, 5 മിനിറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിവിധ തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള മൊബൈൽ ഫോൺ ചാർജർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടെ നല്ല ഇരുട്ടാണ്. പൊതുവെ 8 മണിക്ക് ശേഷമൊന്നും ആരും ഉണ്ടാവാറില്ല എന്നാണ് മണികണ്ഠനും മറ്റാളുകളും ഒക്കെ ഇന്നലെ പറഞ്ഞത്. ആ അവസ്ഥയ്ക്കും ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. നല്ല പ്രകാശഹരിതമായ ഒരു അവസ്ഥ, അന്തരീക്ഷം ഇവിടെ ഒരുക്കാൻ കഴിയുന്ന തരത്തിൽ LED ലൈറ്റിങ്ങും അതിന് സോളാർ എനർജിയും അതിന് വേണ്ട സോളാർ പാനലും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മർ മൗലവി, ജില്ലാ പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാരി ദേവി, തോമസൻ, KV മരക്കാർ, CV ബാലചന്ദ്രൻ, C ഷൗക്കത്ത് അലി, N കാർത്തിയേനി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.